എല്ലാവർക്കും നമസ്കാരം. ECG ഇന്റർപ്രിറ്റേഷന്റെ പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഒരു ECG സ്ട്രിപ്പ് കിട്ടിയാൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ റിതം കണ്ടു, റേറ്റും നമ്മൾ കണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ അബ്നോർമാലിറ്റീസ്, കണ്ടക്ഷൻ പ്രോപ്പർ ആണെന്ന് നമുക്കറിയണം. കണ്ടക്ഷൻ എന്താണ്? കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹാർട്ടിന്റെ ചിത്രമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. കണ്ടക്ഷൻ എന്ന് പറയുന്നത് SA നോഡിൽ നിന്ന് ഇമ്പൾസസ് AV നോഡിൽ വന്ന് അവിടെ നിന്ന് ബണ്ടിൽ ബ്രാഞ്ചസ് വഴി ഫൈബേഴ്സ് വഴി പോകുന്ന അതിനകത്തുള്ള ബ്ലോക്കുകളെയാണ് നമ്മളത് കണ്ടക്ഷനിലെ പ്രശ്നങ്ങൾ, അതായത് ഹാർട്ട് ബ്ലോക്സ് നമ്മൾ പറയുക. ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം, പി വേവ് എപ്പോഴാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. പി വേവ് ഉണ്ടാകുന്നത് ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോഴാണ്. ഏട്രിയം ബ്ലഡ് പമ്പ് പുഷ് ചെയ്ത് വെന്റിക്കിൾസിലേക്ക് തള്ളി വിടാനായിട്ട് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് പി വേവ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ QRS കോംപ്ലക്സ് ഉണ്ടാകുന്നത്. QRS കോംപ്ലക്സ് ഉണ്ടാകുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതായത് വെന്ട്രിക്കിൾ കൺട്രാക്ട് ചെയ്യും, അയോട്ടയിലേക്കും പൾമണറി ആർട്ടറീസിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് വെന്ട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഏട്രിയം റിലാക്സ് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് എന്ത് QRS കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ടി വേവ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ടി വേവ് ഉണ്ടാകുന്നത് വെന്ട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോൾ. ഒന്നുകൂടെ പറയാം, പി വേവ് ഉണ്ടാകുന്നത് ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോഴാണ്. QRS കോംപ്ലക്സ് ഉണ്ടാകുന്നത് വെന്ട്രിക്കിൾ കൺട്രാക്ട് ചെയ്യും, ഏട്രിയം റിലാക്സ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ ടി വേവ് ഉണ്ടാകുന്നത് വെന്ട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോഴാണ്. ഇനി നമുക്ക് ഈ വേവ്സിന്റെ ലെങ്തുകൾ നമുക്ക് നോക്കാം, അതായത് നമ്മുടെ ഡ്യൂറേഷൻ നമുക്ക് നോക്കാം. കാരണം ഡ്യൂറേഷൻ മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് ഇത് കണ്ടക്ഷനിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ECGയുടെ ഗ്രാഫിൽ ഇതുപോലുള്ള സ്ക്വയർസ് ആണ്, ബിഗ് സ്ക്വയർസ് ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ സ്ക്വയറിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. നമുക്കറിയാം ഈ ഒരു സ്മോൾ സ്ക്വയർ പ്രിന്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം 0.04 സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ അടുത്ത 0.4 സെക്കൻഡ്സ് എടുക്കും അടുത്ത സ്മോൾ ബ്ലോക്ക് പ്രിന്റ് ചെയ്യാനായിട്ട്. അപ്പൊ 0.04 പ്ലസ് 0.04 0.08 ആയി. മൂന്നെണ്ണം പ്രിന്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 0.12 സെക്കൻഡ്സ് ആണ്. അതായത് 0.04 പ്ലസ് 0.04 പ്ലസ് 0.04 0.12 സെക്കൻഡ്സ് എടുക്കും. അതുപോലെ ഫുൾ ബ്ലോക്ക് ഈ ഫുൾ ബിഗ് സ്ക്വയർ പ്രിന്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം 0.2 സെക്കൻഡ്സ് ആണ്. നമുക്ക് ആദ്യമായിട്ട് ഈ വേവ്സിന്റെ ഒക്കെ ഡ്യൂറേഷൻ നമുക്കൊന്ന് നോർമൽ ഡ്യൂറേഷൻ നമുക്ക് നോക്കാം, എന്നിട്ട് അതിന്റെ അബ്നോർമാലിറ്റീസിലേക്ക് പോകാം. നമുക്കറിയാം പി വേവ് പ്രിന്റ് ചെയ്യാൻ എടുക്കുന്ന സമയം യൂഷ്വലി 0.12 സെക്കൻഡ്സ് ആണ്. അതായത് 3 സ്മോൾ സ്ക്വയേഴ്സിൽ ഈ പി വേവ് കംപ്ലീറ്റ് ആയിരിക്കണം യൂഷ്വലി. അതുപോലെ തന്നെ PR ഇന്റർവെല്ലില് അതായത് ഈ പി വേവിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഇത് ക്യൂ വേവിന്റെ സ്റ്റാർട്ടിങ് വരെ ഇവിടെ വരെയാണ് PR ഇന്റർവെൽ എന്ന് പറയുന്നത്. അത് പ്രിന്റ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ട സമയം 0.2 സെക്കൻഡ്സ് എടുക്കാവുള്ളൂ. 0.12 to 0.2 സെക്കൻഡ്സ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ പ്രിന്റ് ചെയ്യാനായിട്ട് 0.12 to 0.2 സെക്കൻഡ്സ്. അതായത് 3 സ്മോൾ സ്ക്വയേഴ്സ് തൊട്ട് 1 ബിഗ് സ്ക്വയർ വരെ ടൈമിനെ നമ്മളത് PR ഇന്റർവെല്ലിൽ വരാവുള്ളൂ. അതിൽ കൂടുതലായാലും നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്നാണ് പറയുക. ഇനി QRS കോംപ്ലക്സ് പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് സമയം വേണ്ടത് 0.12 സെക്കൻഡ്സ് മതി. അതായത് QRS കോംപ്ലക്സ് പ്രിന്റ് ചെയ്യാനായിട്ട് QRS കോംപ്ലക്സ് എപ്പോഴാണ് വെന്ട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് ഏറ്റവും റിലാക്സ് ചെയ്യാനായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 0.12 സെക്കൻഡ്സ് മതി. അതുപോലെ തന്നെ ST സെഗ്മെന്റ് 0.2 സെക്കൻഡ്സ് ആണ്. നമ്മൾ പഠിച്ചായിരുന്നു MIയിൽ ST സെഗ്മെന്റ് ആണ് എലവേറ്റ് ചെയ്യുന്നത് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ടി വേവ് എന്ന് പറഞ്ഞാൽ വെന്ട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന ടൈമാണ്. അത് വെന്ട്രിക്കിൾ റിലാക്സ് ചെയ്യാനായിട്ടുള്ള ടൈം 0.2 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 0.2 സെക്കൻഡ്സ്, അതായത് ഒരു ബിഗ് ബ്ലോക്കിന് ടി വേവ് കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ ST സെഗ്മെന്റ് ഒരു 1 ബിഗ് ബ്ലോക്കിൽ കംപ്ലീറ്റ് ആയിരിക്കും. കാരണം എന്താ, ഒരു 1 ബിഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 0.2 സെക്കൻഡ്സ് ആണ് പ്രിന്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ECGയുടെ വേവ്സിന്റെ ഡ്യൂറേഷൻ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടക്ഷൻ അബ്നോർമാലിറ്റീസ് ആണ്. മെയിൻ ആയിട്ട് കണ്ടക്ഷൻ അബ്നോർമാലിറ്റീസ് വരുന്നത് ഹാർട്ട് ബ്ലോക്സ് ആണ്. ഹാർട്ട് ബ്ലോക്സ് നമുക്ക് നോക്കാം. അതായത് PR ഇന്റർവെൽ പ്രിന്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ പറഞ്ഞത് 0.2 സെക്കൻഡ്സ് ആണ് മാക്സിമം വരാവുള്ളൂ. അതിൽ കൂടുതലാവുകയാണെങ്കിൽ, അതായത് SA നോഡിൽ നിന്ന് AV നോഡ് വരെ വരാൻ ഇമ്പൾസ് വരുമ്പോൾ ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്നു. ഏട്രിയം കൺട്രാക്ട് ചെയ്യാൻ എടുക്കേണ്ട സമയം മാക്സിമം 0.2 സെക്കൻഡ്സ് ആണ്. അതായത് ഒരു ബിഗ് ബ്ലോക്കിൽ PR ഇന്റർവെൽ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആവാതെ വരുമ്പോൾ, അതായത് PR ഇന്റർവെൽ ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാലായിട്ട് 0.2 സെക്കൻഡ്സിൽ ഇത് കംപ്ലീറ്റ് ആവത്തില്ല, ഈ കണ്ടക്ഷൻ കംപ്ലീറ്റ് ആവത്തില്ല. ഏട്രിയം 0.2 സെക്കൻഡ്സ് കൺട്രാക്ട് ആവത്തില്ല. അപ്പൊ 0.2 സെക്കൻഡ്സിനുള്ളത് കുറച്ച് കൂടുതലായിട്ട് ഡ്യൂറേഷൻ കൂടി പോകും. അപ്പൊ അങ്ങനെ ഡ്യൂറേഷൻ കൂടി പോകുമ്പോഴാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമുക്കിനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാർട്ട് ബ്ലോക്ക് നോക്കാം. ശരിക്കും 3 ഡിഗ്രി ഹാർട്ട് ബ്ലോക്സ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ PR ഇന്റർവെൽ ഡ്യൂറേഷൻ 0.2 സെക്കൻഡ്സിൽ കൂടുതലായിട്ട് പോയി. 0.2 സെക്കൻഡ്സ് നമ്മൾ സ്ട്രിപ്പ് എടുത്താൽ 0.2 സെക്കൻഡ്സ്, അതായത് ഒരു ബിഗ് ബ്ലോക്കിന് പുറത്താണ് PR ഇന്റർവെൽ. അതായത് പി വേവ് ഇങ്ങനെ വന്നിട്ട് ഇത്രയും വന്നിട്ടാണ് പി വേവ് വന്നിരിക്കുന്നതെങ്കിൽ ഇത് PR ഇന്റർവെൽ
ലോങ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മളിതിനെ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ ഇത് തന്നെ ഉണ്ടാവും. പി ആർ ഇന്റർവൽ ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിരിക്കും. അത് അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ആണ്. സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് രണ്ട് ടൈപ്സ് ഉണ്ട്. മൊബിറ്റ്സ് ടൈപ്പ് 1 അതുപോലെ തന്നെ മൊബിറ്റ്സ് ടൈപ്പ് 2. മൊബിറ്റ്സ് ടൈപ്പ് 1 നമ്മൾ വെങ്കിബാക്സ് ടൈപ്പ് എന്നും കൂടെ പറയും. മൊബിറ്റ്സ് ടൈപ്പ് 1 സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പി ആർ ഇന്റർവൽ 0.2 കൂടുതലായിരിക്കും. പക്ഷെ അത് പ്രോഗ്രസീവ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പി ആർ ഇന്റർവൽ ആദ്യം കുറച്ച് കുറവായിരിക്കും, പിന്നെ കുറച്ച് കൂടും, പിന്നെ കൂടും, അങ്ങനെ കൂടി 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 പോയി ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സായി. അതായത് പി ക്യു ആർ എസ് ടി വരും. അതുപോലെ പി ആർ ഇന്റർവൽ ലെങ്ത് പ്രോഗ്രസ് ആയി കൂടി കൂടി പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് ഇല്ലാതായിരിക്കും, നമുക്ക് കാണാൻ പറ്റാതെ വരും. പിന്നെ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും, സ്മോൾ പി ആർ ഇന്റർവൽ ആയിരിക്കും, പിന്നെ കൂടി 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 പോയിട്ട് വീണ്ടും അടുത്ത് ഒരെണ്ണം ഇല്ലാതാകും. അങ്ങനെയാണ് മൊബിറ്റ്സ് ടൈപ്പ് 1. അതായത് പക്ഷേ മൊബിറ്റ്സ് ടൈപ്പ് 2 പി ആർ ഇന്റർവൽ പ്രൊലോങ്ഡ് ആയിരിക്കും, 0.2 സെക്കൻഡ്സിന് കൂടുതലായിരിക്കും. പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സായി പോകും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മൊബിറ്റ്സ് ടൈപ്പ് 2 മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ പറയാം, മൊബിറ്റ്സ് ടൈപ്പ് 1 പി ആർ ഇന്റർവൽ പ്രൊലോങ്ഡ് ആയിക്കൊണ്ടിരിക്കും, പ്രോഗ്രസീവ് ആയിട്ട് കൂടി 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 വരും. ഓരോ ബീറ്റുകളിലും കൂടി വന്നിട്ട് പെട്ടെന്ന് ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സായി പോകും. മൊബിറ്റ്സ് ടൈപ്പ് 2 പി ആർ ഇന്റർവൽ പ്രൊലോങ്ഡ് ആയിരിക്കും, 0.2 സെക്കൻഡ്സിനേക്കാൾ കൂടുതൽ. പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ കുറച്ചിങ്ങനെ സ്ട്രിപ്പുകൾ നമ്മളിങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ ഇടയ്ക്ക് ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സായി പോകും. അങ്ങനെയാണ് മൊബിറ്റ്സ് ടൈപ്പ് 2 ഹാർട്ട് ബ്ലോക്ക്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ആണ്. അതായത് തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ 3 പി വേവ്സ് വരുമ്പോൾ ഒരു ക്യു ആർ എസ് കോംപ്ലക്സേ വരത്തുള്ളൂ. അതായത് ഒരു പി വേവ് കഴിഞ്ഞിട്ട് ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സായി, അടുത്തൊരു പി വേവ് വന്നു, ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സായി, അടുത്തൊരു പി വേവ് വന്നു, പിന്നെ ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് വന്നു. അങ്ങനെ പി വേവ് 3 എണ്ണം വരുമ്പോൾ ഒരു ക്യു ആർ എസ് കോംപ്ലക്സേ വരുള്ളൂ. അതായത് അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 90 പി വേവ്സ് വരുമ്പോൾ 36 ക്യു ആർ എസ് കോംപ്ലക്സ് നമ്മൾ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ സ്ട്രിപ്പ് നോക്കുമ്പോൾ കുറെ പി വേവ്സ് ഉണ്ട്. 3 പി വേവ് ഒരു ക്യു ആർ എസ് കോംപ്ലക്സ്, 3 പി വേവ് ഒരു ക്യു ആർ എസ് കോംപ്ലക്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് എ വി നോഡിൽ നിന്ന് താഴേക്കുള്ള കണ്ടക്ഷൻ ബ്ലോക്ക് ആയിരിക്കുകയാണ്. കാരണം പി വേവ് വരുന്നുണ്ട്. അതായത് എസ് എ നോഡിൽ എ വി നോഡിലേക്ക് കണ്ടക്ഷൻ നടക്കുന്നത്, പി വേവ് വരുന്നുണ്ട്, ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് കൺട്രാക്ട് ചെയ്യുന്നില്ല. അതായത് 3 പ്രാവശ്യം ഏട്രിയം കൺട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴേ ഉള്ളൂ ഒരു തവണ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് പറഞ്ഞു, സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് പറഞ്ഞു. അതിൽ രണ്ട് ടൈപ്സ് ഉണ്ട്, മൊബിറ്റ്സ് ടൈപ്പ് 1, മൊബിറ്റ്സ് ടൈപ്പ് 2 ഉണ്ട്. അതുപോലെ തന്നെ തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വേറെ രണ്ട് ടൈപ്പും കൂടെ ഹാർട്ട് ബ്ലോക്സ് ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കും ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കും ആണ്. നമുക്കറിയാം ഇത് ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് ആണ്. ഈ ബണ്ടിൽ ബ്രാഞ്ചിൽ ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയും. ഇവിടെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയും. റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. അതായത് നമ്മൾ ഇത് B1 ആണ്. ECG ലീഡ്സിൽ B1 നമ്മൾ കാണാൻ പോകുന്ന സംഭവം, അതായത് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിൽ നമ്മൾ കാണുന്നത് ഇവിടെ P ഉണ്ടാവും, Q, R, S. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ T വേവ് ആണ് വരേണ്ടത് ശരിക്കും. പക്ഷെ T വേവിന് പകരം RSR പാറ്റേൺ വരും. നമ്മൾ ഇതിന് പറയുന്ന RSR പാറ്റേൺ എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകൂടെ നോക്കിയോ, B1 നമുക്ക് എന്താ ഉണ്ടാവും? P വേവ്, Q വേവ്, R വേവ്, എസ്, ഒരു ആർ വേവ് കൂടെ പൊങ്ങി വന്നിട്ട് ടി വേവ് കൂടെ വരും. അപ്പൊ ഇങ്ങനെയാണ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇത് വരുന്നത് കോൺഫിഗറേഷനിലാണ് നമ്മൾ വരുന്നത്, വേവ്സിന്റെ അബ്നോർമാലിറ്റീസ് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഹാർട്ട് ബ്ലോക്ക് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് നമ്മൾ പറഞ്ഞുള്ളൂ. റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ഇതുപോലെ ഇത് B1 ഇങ്ങനെയാണെങ്കിൽ B6 നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഇത് ഈക്വൽ ആണ്, പക്ഷെ P, Q, R, S, T. ഈ എസ് വേവ് ഭയങ്കരമായിട്ട് വൈഡ് ആയിട്ടുണ്ടാവും. ഈ എസ് വേവ് B6 വൈഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മളത് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ പറയാം, RSR പാറ്റേൺ B1 ആൻഡ് B6 വൈഡൻഡ് QR കോംപ്ലക്സ് വൈഡ് ആയിരിക്കും. അതായത് 0.2 സെക്കൻഡ്സ് നമ്മൾ പറഞ്ഞത് 0.12 സെക്കൻഡ്സ് ആണ് QR കോംപ്ലക്സ് പറഞ്ഞത്. പക്ഷേ 0.12 സെക്കൻഡ്സിൽ കൂടുതലായിരിക്കും റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് നോക്കാം. ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിൽ നമ്മൾ നോക്കേണ്ടത് V6 ആണ്.
നമുക്കറിയാം ചെസ്റ്റ് ലീഡ്സിലെ V6 നമ്മൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും. PQRST ഇങ്ങനെ ഒരു എം ഷേപ്പ്, എം പാറ്റേൺ നമുക്ക് V6 നമുക്ക് കാണാൻ സാധിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക അത് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ്. അതായത് V6 എം പാറ്റേൺ ഉണ്ടെങ്കിൽ ഇത് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ്. നമ്മൾ മനസ്സിലാക്കുന്നത് എം പാറ്റേൺ ആണെന്ന് തന്നെ മനസ്സിലാക്കണം. ഇത് ST സെഗ്മെന്റ് എലവേറ്റഡ് ആയിട്ടല്ല എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഇവിടെ നമുക്ക് ടി വേവ് വന്നിട്ടുണ്ട്. ഇവിടെ ടി വേവ് വന്നിട്ടുള്ളതുകൊണ്ട് ഇത് ടി വേവ് അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പം ST സെഗ്മെന്റ് എലവേഷൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഇങ്ങനെയാണ് കാണാറ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു ടി വേവ് വന്നു കഴിയുന്നെങ്കിൽ ഇത് ST സെഗ്മെന്റ് എലവേഷൻ അല്ല. ഇത് ടി വേവ് വന്നാൽ ഇത് ST സെഗ്മെന്റ് അല്ല. പക്ഷെ ഇവിടെ ടി വേവ് ഇല്ലെങ്കിൽ ഇത് ST സെഗ്മെന്റ് എലവേഷൻ ആണ്. അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ചേഞ്ചസ് ഇൻ ECG. നമ്മൾ പറഞ്ഞു കണ്ടക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് പറഞ്ഞു, PR ഇന്റർവെൽ പ്രൊലോങ്ഡ് ആയിരിക്കും, 0.2 സെക്കൻഡ്സ് പ്രൊലോങ്ഡ് ആയിട്ട് തന്നെ നിൽക്കും, അതായത് 0.2 സെക്കൻഡ്സ് മേളിലായിട്ട്. സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ നമ്മൾ മൊബിറ്റ്സ് ടൈപ്പ് 1 പറഞ്ഞു, അതായത് PR ഇന്റർവെൽ പ്രൊലോങ്ഡ് ആണ്, 0.2 സെക്കൻഡ്സിന് കൂടുതൽ. അത് പതിയെ പ്രോഗ്രസീവ് ആയിട്ട് കൂടി പോയി ഒരു QRS കോംപ്ലക്സ് ഇല്ലാതാവും. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ആദ്യം പോലെ PR ഇന്റർവെൽ പ്രൊലോങ്ഡ് ആയി പോയി അങ്ങനെ വരുന്നതാണ് അത് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ മൊബിറ്റ്സ് ടൈപ്പ് 1. സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ മൊബിറ്റ്സ് ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ PR ഇന്റർവെൽ പ്രൊലോങ്ഡ് ആയിരിക്കും, അതായത് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് പോലെ തന്നെ PR ഇന്റർവെൽ പ്രൊലോങ്ഡ് ആയിരിക്കും, പക്ഷേ ഇൻ ബിറ്റ്വീൻ ഒരു QRS കോംപ്ലക്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ് ആയിക്കൊണ്ടിരിക്കും. അതാണ് മൊബിറ്റ്സ് ടൈപ്പ് 2. നമ്മൾ തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് പറഞ്ഞു, അതല്ല കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് നമ്മൾ പറഞ്ഞു, അതായത് 36 QRS കോംപ്ലക്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 90 PVS വരുമ്പോൾ, അതായത് 3 PVSന് ഒരു QRS കോംപ്ലക്സ് എന്ന രീതിയിലായിരിക്കും നമ്മൾ സ്ട്രിപ്പ് കാണുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞു റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിൽ RSR പാറ്റേൺ ഞാൻ വരച്ച് കാണിച്ചായിരുന്നു. RSR പാറ്റേൺ നമ്മൾ V1 കാണുകയും അതുപോലെ തന്നെ V6 വൈഡൻഡ് QRS കോംപ്ലക്സും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ്. ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിൽ V6 M പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും സംശയിക്കാനില്ല, അത് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടക്ഷനിൽ നോക്കുന്നത്. ഒരു കാര്യമാണ് നമുക്ക് നോക്കാനുണ്ട്, അതായത് QT പ്രൊലോങ്ങേഷൻ. അതായത് QT ഒരു ECGയുടെ PQRST ഇതിനകത്ത് Q വേവ് മുതൽ T വേവിന്റെ കംപ്ലീഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, ഇത് QT പ്രൊലോങ്ങേഷൻ. QT പ്രൊലോങ് ആവുന്നത് ശരിക്കും 0.4 സെക്കൻഡ്സ് വരെയൊക്കെയാണ് QT വേവ്സ് യൂഷ്വലി കാണുന്നത്. ഫീമെയിൽസിന് 0.47 മെയിൽസിന് 0.44 വരെ വരാം. അങ്ങനെയാണ് അതായത് QT വേവ്സ് ഉണ്ടാവുന്നത്. QT വേവ് പ്രൊലോങ് ആകുന്നത് മെയിൻ ആയിട്ട് നമ്മൾ സൈക്കാട്രിക് പേഷ്യൻസിനൊക്കെ നമ്മൾ ആന്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ QT വേവ് പ്രൊലോങ് ആകും. അതായത് ഈ കണ്ടക്ടിങ് സിസ്റ്റത്തിൽ ബ്ലോക്ക് വരുന്നതാണ്, കണ്ടക്ടിങ് സിസ്റ്റം പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കണ്ടക്ഷൻ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ കോൺഫിഗറേഷൻ കാണാം. കോൺഫിഗറേഷൻ പഠിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.